17ാമത് അല്ലസർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 16 മുതൽ കോട്ടക്കലിൽ നടക്കും. പുത്തൂർ ബൈപ്പാസ് അത്താണിക്കൽ ജംഗ്ഷനിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക. 16-ന് രാത്രി 8:30-ന് കിക്ക് ഓഫ് നടക്കും. ഉദ്ഘാടന മത്സരത്തിൽ മെർമർ ഇറ്റാലിയ സബാൻ കോട്ടക്കലും സോക്കർ സ്പോർട്ടിംഗ് ഷൊർണൂരും തമ്മിൽ ഏറ്റുമുട്ടും. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അംഗീകൃത 21 പ്രമുഖ ടീമുകൾ അല്ലസർ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. നൈജീരിയ, ചിലി, ഘാന തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും പ്രമുഖ ഇന്ത്യൻ താരങ്ങളും ടൂർണമെന്റിൽ ബൂട്ടണിയും. 8000 പേർക്ക് ഇരിക്കാവുന്ന താൽക്കാലിക ഇരുമ്പ് നിർമ്മിത ഗ്യാലറിയും വെളിച്ച സംവിധാനവും വിശാലമായ പാർക്കിങ്ങും ഒരുക്കിയിട്ടുണ്ട്. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ വരുമാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുക. വനിതകൾക്ക് മുഴുവൻ പ്രീ ക്വാർട്ടർ മത്സരങ്ങളും സൗജന്യമായി വീക്ഷിക്കാമെന്നും ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനും ടൂർണമെന്റിന്റെ മുഴുവൻ വിവരങ്ങൾ അറിയാനും ആപ്പ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേവലം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരുപാട് പ്രത്യേകതകളുമായിട്ട് ഒരുപാട് പുതുമകളുമായിട്ട് എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത്, ഇതൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് മാത്രമല്ല. ഇത് ഞങ്ങൾ അല്ലസർ ഫുട്ബോൾ ടൂർണമെൻറ്റ് കേരളത്തിലെ ഏറ്റവും നല്ല ഫുട്ബോൾ ടൂർണമെൻറ്റായി പല തവണ അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു ഫുട്ബോൾ മാത്രമായി ഇതിനെ ഒരിക്കലും ചുരുക്കരുത്. ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കളിയിലുമുണ്ട് കാര്യം. അതാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ. അത് അങ്ങനെ തന്നെയാണ് 16 വർഷമായിട്ട് തുടരുന്നത്. 17ാമത്തെ വർഷവും ഞങ്ങൾ അതിലേക്ക് പോകുന്നു. ഞങ്ങളിപ്പോൾ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ട്. 8000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇരുമ്പ് നിർമ്മിത ഗാലറിയാണ് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ടൂർണമെൻറ്റിലെ 17ാമത് ടൂർണമെൻറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായി വീക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നീട് മറ്റു വെറൈറ്റികൾ നിരവധിയുണ്ട്. ഇവിടെ വെക്കുന്ന LED വാള് 10 അടിയും ഉയരവും 20 അടി വീതിയുള്ള 3D HD ക്വാളിറ്റിയുള്ള LED വാളാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നിരവധി പ്രത്യേകതകൾ, സവിശേഷതകൾ അല്ലസർ സെവൻസിനെ പരിചയപ്പെടുത്തുന്നത് അല്ലസറാണ്. അല്ലസറിനെയാണ് മറ്റ് ടൂർണമെൻറ്റുകളൊക്കെ അനുകരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇനിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറ്റൊരു തുടക്കമാണ് 17ാമത് അല്ലസർ ഫുട്ബോൾ ടൂർണമെൻറ്റ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. 16-ാം തീയതി ഞങ്ങളുടെ ഉദ്ഘാടന മത്സരമാണ്. സബാൻ കോട്ടക്കലും മെർമർ ഇറ്റാലിയ സബാൻ കോട്ടക്കലും സോക്കർ സ്പോർട്ടിംഗ് ഷൊർണൂരുമാണ് ആദ്യത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒരു ഗോൾ പോസ്റ്റിൻ്റെ ഒരു വശം സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഗാലറിയിലേക്ക് കയറാൻ. ഈ ഗാലറി മറ്റു ടൂർണമെൻറ്റുകളെ പോലെ 1ാമത്തെ സ്റ്റെപ്പ് ഹൈറ്റ് കൂടുതലൊന്നുമില്ല, സാധാരണ ഹൈറ്റേ ഉള്ളൂ. അവിടെ എന്നിരുന്നാലും ഒരു അഡീഷണൽ സ്റ്റെപ്പ് ഞങ്ങൾ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അതിഗംഭീരമായി നടത്താൻ 16-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. നമ്മളുടെ ഈ പരിപാടിയിൽ പല സവിശേഷതകളും ഇപ്രാവശ്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കാണികൾക്കെല്ലാം കണ്ണിറയെ കൺകുളിർക്കെ കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു അത്യുഗ്രൻ ടൂർണമെൻ്റ് ആകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. പിന്നെ LED വാളിൻ്റെ ഒരു വലിയൊരു പ്രസൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഫയർ വർക്ക്സുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ചില അഡീഷണൽ അപ്രതീക്ഷിതമായിട്ട് പലതും ഞങ്ങളുടെ സംഭവിക്കും. ഞങ്ങളിപ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും വളരെ കാണികൾക്ക് ഇഷ്ടപ്പെടുന്ന പലതും. എപ്പോഴും അല്ലസർ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ കേരള സെവൻസ് ഫുട്ബോൾ മേഖലയിൽ ഒരു പ്രത്യേകതകളുമായിട്ട് വരുന്ന ഒരു ടൂർണമെൻറ്റാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും അത്തരം പ്രത്യേകതകൾ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് പറയുന്നു. ഇതിനു പുറമെ വാർ സിസ്റ്റം, കൂറ്റൻ 4K 3D LED വാൾ എന്നിവയും ഈ വർഷം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടക്കൽ.